ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് 1 ലക്ഷം രൂപയുടെ പീസ് നമുക്ക് ബിൽഡ് ചെയ്യാനാണ്. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യണം എന്നുള്ളത്. 1.5 വർഷമായി ഞാൻ ഇതിന് ക്യാഷ് സേവ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാണ്. 4 വർഷമായിട്ട് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ സേവ് ചെയ്ത ഒരു എമൗണ്ട് വെച്ചാണ് ഞാൻ ഈ ഒരു PC ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ PC സ്പെക്സ് നമ്മൾ കാണാൻ നമ്മൾ ക്യാബിനറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോക്കിന്റെ 3X300 സീരീസിലെ ബ്ലാക്ക് ഫിനിഷ് വരുന്ന ക്യാബിനറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ക്യാബിനറ്റ് ഏകദേശം 6000 രൂപയേ ഉള്ളൂ. പക്ഷേ വൈറ്റ് ക്യാബിനറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 8000 രൂപയ്ക്ക് പുറത്ത് പോകും. എൻ്റെ കയ്യിൽ അത്രയും ക്യാഷും കാര്യങ്ങളും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തത്. നമുക്ക് ടോട്ടൽ 4 RGB ഫാൻസ് വരുന്നുണ്ട്. നമുക്കത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഈ ക്യാബിനറ്റിന്റെ കൂടെ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 എക്സ്ട്രാ ഫാൻസും കൂടി ഫിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആന്റി സ്പോർട്സിന്റെ സൈഫ്ലോ എന്ന് പറയുന്ന RGB ഫാൻസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൈഡിലും ലൈറ്റ് അവൈലബിൾ ആണ്, RGB ലൈറ്റ് അവൈലബിൾ ആണ്. ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഫാൻസിൽ നമുക്ക് സൈഡിൽ ലൈറ്റ് അവൈലബിൾ അല്ല. ടോട്ടൽ 7 ഫാനാണ് ഇപ്പോൾ നമ്മൾ ഈ ക്യാബിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ക്യാബിനകത്തുള്ള RGB ഫാൻസ് ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് വിൻഡോസിൽ പോയിട്ട് MSI സെന്റർ ഓപ്പൺ ആക്കുക, LED സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. റെയിൻബോ ഫ്ലെയിം, ഞാൻ ഇവിടെ റെയിൻബോ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കളർ മറന്നാൽ കാണാം. മീറ്റിയോർ ട്രൈ ചെയ്ത് നോക്കാം. മീറ്റിയോർ ചെയ്യുമ്പോഴേക്ക് ഇതേപോലെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കളർ പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. CPU ടെമ്പറേച്ചർ കളർ ചെക്ക് ചെയ്ത് നോക്കാം. CPU ടെമ്പറേച്ചർ കളർ വന്നിട്ട് ഗ്രീൻ ആണ് വരുന്നത്. ലൈറ്റിന്റെ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്തങ്ങ് വയ്ക്കാം. ക്യാബിനറ്റിൽ വരുന്ന 7 RGB ഫാൻസ് പോയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ എയർ കൂളർ ഫാൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് RGB ലൈറ്റോ കാര്യങ്ങളൊന്നും ആ ഫാനിന് വരത്തില്ല. പ്രൊസസ്സറിന്റെ ഹീറ്റിംഗ് ഇഷ്യൂ തടയാൻ വേണ്ടിയാണ് ഈ ഒരു ഫാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഡീപ് കൂളിന്റെ AK400 എന്ന എയർ കൂളറാണിത്. എയർ കൂളറേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് ലിക്വിഡ് കൂളറാണ്. ലിക്വിഡ് കൂളർ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലിക്വിഡ് കൂളർ എടുക്കാതെ എയർ കൂളർ വെച്ചിട്ടുള്ളത്. റൂമിൽ ACയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എയർ കൂളർ തന്നെ ധാരാളം. പക്ഷേ ഹീറ്റിംഗ് നിൽക്കുന്ന റൂമാണ്, ചൂടുള്ള റൂമാണ്, AC ഇല്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂളറാണ് ബെറ്റർ. നമുക്ക് ഒരുവിധപ്പെട്ട ഹീറ്റിംഗ് ഇഷ്യൂസ് എല്ലാം പ്രൊസസ്സറിൽ തടയാൻ പറ്റും. അടുത്ത് നമ്മൾ പ്രൊസസ്സറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിക്ക് ചെയ്ത പ്രൊസസ്സർ എന്ന് പറയുന്നത് AMD Ryzen 7 സീരീസിലെ 7700 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 8 കോർസ് പ്ലസ് 16 ത്രെഡ്സ് വരുന്ന പ്രൊസസ്സർ. അത്യാവശ്യം മാസീവ് പവർഫുൾ പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ മദർ ബോർഡ് ഫ്യൂച്ചർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 സീരീസിൻ്റെ മുകളിലേക്കോ അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് MSIയുടെ B65 സീരീസിലുള്ള ഗെയിമിംഗ് പ്ലസ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഇൻറ്റിഗ്രേറ്റഡ് മദർ ബോർഡാണ്. AMD Ryzen 7000 സീരീസ് പ്രൊസസ്സറാണ് ഇതിൽ സപ്പോർട്ട് ആവുന്നത്. AM5 DDR5ന്റെ 7800 MHz മെമ്മറി ബൂസ്റ്റ് വരുന്നുണ്ട്. SSDയുടെ ഹൈപ്പർ ഫാസ്റ്റ് യൂസിലൂടെ വരുന്ന തെർമൽ ത്രോട്ട്ലിംഗ് തടയാൻ വേണ്ടിയിട്ട് ഡ്യുവൽ M2 കണക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റാം എന്ന് പറയുന്നത് GSKill Ripjosന്റെ 16 GB റാം ആണ്. എനിക്ക് റാമിന് ഒരു സ്ലോട്ട് കൂടി അവൈലബിലിറ്റി ഉണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 16 GB ഒരു റാം കൂടി ആഡ് ചെയ്യാം. നോർമലായിട്ടുള്ള ഗെയിമിംഗ്, സ്ട്രീമിംഗ്, എഡിറ്റിംഗ് ഇതിനൊക്കെ നമുക്ക് 16 GB റാം ധാരാളം. പക്ഷേ നമ്മുടെ യൂസ് എന്ന് പറയുന്നത് ഹൈ എൻഡ് ഗെയിംസ് ഒരുപാട് നേരം കളിക്കാനാണ്, നല്ല രീതിയിൽ സ്ട്രീം ചെയ്യണം, ഇഷ്ടംപോലെ നേരം എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 GB റാം കൂടി ആഡ് ചെയ്യാം. XPG S60 Gen 4.0 1 TB SSD ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും മെയിൻ സ്പെക്സിൽ ഒന്നാണ് ഗ്രാഫിക്സ് കാർഡ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ RTX 4060 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. എൻ്റെ 1 മന്ത് എക്സ്പീരിയൻസിൽ എനിക്ക് ഇതുവരെ ഗെയിമിങ്ങിൽ FPS ഡ്രോപ്പോ എഡിറ്റിങ്ങിൽ ലാഗോ ഫീൽ ചെയ്തിട്ടില്ല. അടുത്ത് നമ്മൾ മോണിറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിക്ക് ചെയ്തിരിക്കുന്ന മോണിറ്റർ എന്ന് പറയുന്നത് AOC A-Gunന്റെ 27 ഇഞ്ച് മോണിറ്ററാണ്. 180 Hz ആണ് അതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 0.5 ms ലോ ലേറ്റൻസി കിട്ടുന്നുണ്ട്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോഴേക്കും ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അടുത്ത് നമ്മൾ കീബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കീബോർഡ് എന്ന് പറയുന്നത് സെബ്രോണിക്സിന്റെ നൈട്രോ പ്ലസ് മെക്കാനിക്കൽ ബ്ലൂ സ്വിച്ച് കീബോർഡാണ്. 0.5 ms വരെ ലോ ലേറ്റൻസി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കീബോർഡാണ്. നമുക്ക് ഗെയിമിങ്ങിന് പറ്റിയ ഒരു കീബോർഡാണ്. കാരണം നമുക്ക് ഏത് സ്വിച്ച് വേണമെങ്കിലും ചുമ്മാ ഇങ്ങനെ ഇളക്കിയെടുത്ത് നമുക്ക് എവിടെയാണോ മാറ്റി വയ്ക്കേണ്ടത് അവിടെ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് വെക്കാനായിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. സിമ്പിളാണ്. പ്രത്യേകിച്ച് ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കീബോർഡ് എടുത്തത് തന്നെ. ഒരു ഡിഫറൻറ്റ് സൗണ്ടാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ കീബോർഡ് കിട്ടുന്ന ആ ഒരു സൗണ്ട് അല്ല, ഒരു ഡിഫറൻറ്റ് സൗണ്ട് തന്നെയാണ്. ഈ ലൈറ്റ് നമുക്ക് നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്വിച്ച് പുതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഇത് മാറും. കണ്ടോ, 1 2 3 4 5 6 7 നിങ്ങൾ 7 മോഡൽ ടോട്ടൽ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് താമസിയായ ഒരു PC ഗെയിം വരുന്നുണ്ട്. അതെ, GTA 6. അപ്പോൾ 17,000 കോടി രൂപ ബഡ്ജറ്റിലാണ് അവർ ഈ ഗെയിം നിർമ്മിച്ചിട്ടുള്ളത്. 2026 അവർ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയ പോലെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. താമസിയാതെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ വെറൈറ്റി ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി വീഡിയോസ് ഞാൻ വീണ്ടും കാണാം. ലെറ്റ്സ് ഗോ.